നമ്മുടെ ഹൃദയം അതിന്റെ ഉള്ളിൽ സ്നേഹം അനിവാര്യമാണ്. അത് എംറ്റിയായി കടന്നുകൂടാ. ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ലാത്തവർ കടന്നുകൂടാ. അവിടെ കടന്നു വരേണ്ട ഒരാളുണ്ട്, ഒരു രാജകുമാരനുണ്ട്. അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനുഷ്യനെ പ്രേമം, സ്നേഹം, അനുരാഗം, ചെറുപ്പക്കാരൊക്കെ സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയുന്ന ഈ സംഗതി, അത് ടീനേജിൽ നിന്ന് ആരംഭിച്ച് ജീവിതത്തിന്റെ വലിയൊരു അളവോളം ആരോടൊക്കെയോ പ്രേമവും സ്നേഹവും എന്റെ ജീവൻ തന്നെ തന്നേക്കാം, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ പറയുകയോ എഴുതിവിടുകയോ ഒക്കെ ചെയ്യുന്ന ഒരുതരം ട്രെൻഡ് സ്വാഭാവികമായി കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്ക് പ്രേമിക്കാനും സ്നേഹവും അനുരാഗവും എല്ലാം വേണ്ടുവോളം കൊടുക്കാൻ നിങ്ങൾക്ക് ഒരാളെ അള്ളാഹു നൽകിയിരിക്കുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടത്തോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയാൽ ആ ഹൃദയം ശുദ്ധമാണ്. നമുക്ക് കാണാൻ പാടില്ലാത്തവരെ, നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്തവരെ കണ്ണു ചിമ്മണം നിങ്ങൾ, അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കണം. അൽ ഖൽവ ശർഇയ്യ, അൽ ഖൽവത്തുൽ മുഹറമ, അല്ലാഹു ശുദ്ധമാക്കിയ രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള പ്രൈവസി നിങ്ങൾക്കായിക്കൂടാ എന്ന് പറയുന്ന ആളുകളെ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ, കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരെ, പെൺകുട്ടികളോ ആൺകുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഈ സ്നേഹവും അനുരാഗവും സത്യത്തിൽ ഹൃദയം മലിനപ്പെടുത്തുകയാണ്. ഇതിന്റെയൊക്കെ ഒരു ദാഹം കൽബിനുണ്ട്. ആ പ്രണയത്തിന്റെ പേരിലാണ് പിന്നെ വലിയ വലിയ വിഷയങ്ങളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു പ്രണയമുണ്ട്, നമ്മളോട് വേണം എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഹൃദയം തന്ന അള്ളാഹുവിനോടാണ്, നമ്മുടെ മനസ്സ് തന്ന അള്ളാഹുവിനോടാണ്. പിന്നെ ആ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്ത് നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചത്, ഗുരു, ലഖദ് സമിഅ്തു അന്നക തറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നവരാണല്ലോ ഉസ്താദേ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കെന്നും മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു. ഗുരു ചോദിച്ചു, മാദാ തുരീദു യാ ബുനയ്യ, മോൻ എന്താണ് ആവശ്യം? അല്ലിനി കൈഫ അറാഹ്, എനിക്കെങ്ങനെയാ നബിയെ കാണാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് ഗുരുനാഥനോട് ചോദിച്ചു. എനിക്കൊന്ന് നബിയെ കാണണം, എനിക്കൊന്ന് ഉറക്കത്തിൽ ഹബീബിന്റെ മുഖം കാണണം. ലാ യതമസ്സലു ബി ശൈത്താൻ, എന്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയുകയില്ലെന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ ഞാൻ നബിയെ കാണുക എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, നാളെ രാത്രി ഡിന്നർ, രാത്രി ഭക്ഷണം മോൻ എന്റെ വീട്ടിൽ വന്ന് കഴിച്ചേക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ നബിയെ സ്വപ്നം കാണുക എന്ന്. ശിഷ്യൻ വീട്ടിലേക്ക് പോയി ഗുരുനാഥൻ ഒരുക്കിയ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിലെമ്പാടും ഉപ്പ് വീണിട്ടുണ്ട്, നന്നായി ഉപ്പിക്കുന്ന ഭക്ഷണമാണ്. ഗുരുവിനോട് ചോദിച്ചു, ഉസ്താദേ, കുടിക്കാൻ വെള്ളം കിട്ടുമോ? ഇല്ല, വെള്ളമില്ല. ഈ ഉപ്പ് നിറഞ്ഞ ഭക്ഷണം ഗുരുനാഥൻ തരുമ്പോ വേണ്ടെന്ന് പറയാൻ വയ്യല്ലോ ശിഷ്യന്. ഉസ്താദ് പറഞ്ഞു, കുറച്ചുകൂടെ കഴിക്കേ. മോൻ പിന്നെയും നാഞ്ഞു പിടിച്ച് കുറച്ചുകൂടെ കഴിച്ചു. ഉസ്താദെ, കുറച്ച് വെള്ളം. ഇല്ല, വെള്ളം തരില്ല, കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കുന്നത്. കുറച്ചുകൂടെ ഭക്ഷണം കഴിച്ചു. ദാഹിക്കുന്നുണ്ട്, നല്ല ദാഹമുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടുമോ ഭക്ഷണത്തിന്റെ കൂടെ? ഇല്ല, വെള്ളമില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കേ. പറഞ്ഞു, ഇനി എനിക്ക് കഴിക്കാൻ കഴിയില്ല, ഞാൻ വയറ് നിറഞ്ഞു. എന്നാൽ മോൻ പോയി കിടന്നുറങ്ങിക്കോ, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം മുത്തുനബിയെ എങ്ങനെയാ സ്വപ്നത്തിൽ കാണുക എന്ന്. നീ പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. ദാഹിച്ച് പരവശനായി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ഉപ്പ് നിറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ശിഷ്യൻ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, മുത്തുനബി എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് മോനോട് ഞാൻ ചില ചോദ്യം ചോദിച്ചോട്ടെ? മാദാ റഅയ്തൽ ബാരിഹ, ഇന്നലെ രാത്രി എന്താ സ്വപ്നം കണ്ടത്?
റഅയ്തു അംസാറൻ തൻസിലു മിനസ് സമാ വഅൻഹാറൻ തജ്രി വബിഹാറൻ തഫീദ്. ഒരുപാട് മഴ വർഷിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മഴവെള്ളം ഒരുപാട് മഴ പെയ്യുന്നത്, നദികൾ ഒഴുകുന്നത്, സമുദ്രം പരന്നു കിടക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. നിന്റെ നീയത്ത് നന്നായപ്പോ, സത്യസന്ധമായപ്പോ നിന്റെ സ്വപ്നദർശനം സത്യസന്ധമായി പുലർന്നു. കാരണം നീ ഇന്നലെ ദാഹിച്ചിട്ടാ കിടന്നത്. നല്ല ദാഹമുണ്ടായിരുന്നു അല്ലേ? വെള്ളം വേണമെന്ന് ചോദിച്ചു ഞാൻ തന്നിട്ടില്ല. ദാഹിച്ചവശനായി വെള്ളം വേണമെന്ന് അതിയായ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചു. വെള്ളം വേണമെന്ന് കൊതിയോടുകൂടെ കടന്നപ്പോ നിങ്ങൾ കണ്ട സ്വപ്നം പുഴയും നദികളും സമുദ്രവും മഴവെള്ളവുമാണ്. കാരണം നിങ്ങൾക്ക് ദാഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ട സ്വപ്നം ആ രീതിയിലാണ്. അങ്ങനെയെങ്കിൽ മുത്തുനബിയോടുള്ള സ്നേഹം കൽബിന്റെ ഉള്ളിൽ ശരിയാവണ്ണം നിന്റെ കൽബിൽ സത്യസന്ധമായിട്ട് നിന്റെ കൽബിലുണ്ടെങ്കിൽ നിന്റെ ഉറക്കത്തിൽ നീ നബിയെ കണ്ടിരിക്കുമെന്ന് ഗുരുനാഥൻ മറുപടി കൊടുത്തു അത്രേ. സുബ്ഹാനല്ലാഹ്. ഉപ്പ് കഴിച്ചു കിടന്ന മനുഷ്യന് ദാഹമുണ്ടായപ്പോ മഴവെള്ളം സ്വപ്നം കാണുന്ന പോലെ ദാഹിക്കുന്നവന്റെ വെള്ളം വേണം. മുത്തനബിയോടുള്ള സ്നേഹം ശരിക്ക് കൽബിലുണ്ടെങ്കിൽ നീ കാണുന്നത് നബിയെ ആയിരിക്കും. നിനക്ക് മനസ്സിലായോ എന്നൊരു ഉദാഹരണത്തിലൂടെ ഗുരുനാഥൻ ശിഷ്യനെ പഠിപ്പിച്ചത് ആധുനികരായ പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഖാലിദ് അബൂഷാദിയെ പോലെയുള്ള മഹത്തുക്കൾ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലൊരു നുക്തയുണ്ട്, ഒരു പാഠമുണ്ട്. ഖാലിദ് ഇബ്നു മഅദാൻ എന്ന സഹാബി കിടക്കാൻ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനും മുഹാജിറുകളെ കാണാനും അൻസാരികളെ കാണാനും കൊതിച്ചു പോകും. അവരുടെ പേര് പറയും. അല്ലാഹുവേ, അവരാണ് എന്റെ അടിസ്ഥാനം, അവരാണ് എന്റെ എല്ലാം. അവരെ കാണാനാണ് എന്റെ കൽബ് കൊതിക്കുന്നത്. നിന്റെ റസൂലിനെ ഹബീബിന്റെ കൂടെ എല്ലാം ഇട്ടേച്ച് യാത്ര പോയ മുഹാജിറുകളെ, ഹബീബിന് വേണ്ടി പാട്ടുപാടി സ്വീകരിച്ച അൻസാരികളെ അവരെയൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് മഹാനായ ഖാലിദ് ഇബ്നു മഅദാൻ എന്ന താബിഈ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ കടന്നുറങ്ങുമ്പോ അതുകൊണ്ട് റബ്ബേ, നീ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമോ ഈ ലോകത്ത് നിന്ന്? എനിക്ക് പെട്ടെന്ന് മരിച്ചാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ലോകം ചെന്ന് കാണാമല്ലോ, മരിച്ചാൽ എനിക്ക് അവിടെ ചെന്ന് കാണാമല്ലോ അവിടെ. അതുകൊണ്ട് റബ്ബേ, നീ എന്നെ വേഗം എന്നെ റൂഹിനെ പിടിക്കുമോ എന്ന് ദുആ ചെയ്ത് ഉറക്കം വരുന്നവരെ അങ്ങനെ പ്രാർത്ഥിച്ചു കിടക്കുമായിരുന്നു ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്. മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തൂബാ ലിഹാസൈനിൽ ഐനൈൻ اللتين رأسا رسول الله وجدنا أنا رأينا ما رأيت وشهدنا ما شهدت. مقداد بن الأسود النمري طوبى لعينين اللتين رأسا رسول الله. ഹബീബായ നബി തങ്ങളെ കാണാൻ ഭാഗ്യമുണ്ടായ നിങ്ങളുടെ മുഖത്ത് കിടക്കുന്ന ഈ രണ്ട് കണ്ണുകളുടെ ഭാഗ്യമേ, നബിയെ കാണാൻ കഴിഞ്ഞ കണ്ണുകളല്ലയോ? ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ ഇത്? കൊതിച്ചു പോവുകയാണ്. നിങ്ങളൊക്കെ കണ്ടത് കാണാൻ ഞങ്ങൾക്കും അവസരമുണ്ടായിരുന്നെങ്കിലെന്ന്. നിങ്ങളൊക്കെ സാക്ഷിയായിരുന്നു, ഞങ്ങൾക്കും അവസരം ഉണ്ടായെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ് മിഖ്ദാദേ എന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട് താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ. സഹാബിയെ കണ്ടപ്പോഴേ നബിയെ കണ്ട കണ്ണില്ലേ ഇത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞവല്ലോ, ഹബീബായ നബി ഞങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സഹാബി. കാന യറൻ നബിയ കുല്ല ലൈലത്തിൻ ഫീ മനാമിഹി. സ്വപ്നത്തിൽ എല്ലാ ദിവസവും നബിയെ സ്വപ്നം കണ്ട സഹാബിയായിരുന്നു മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കാന യറൻ നബിയ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണും ഫീ മനാമിഹി
കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഹബീബിന്റെ വഫാത്തിന് ശേഷം ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു രാത്രി പോലും കടന്നു പോയിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ ലൈല ഇല്ലാ വഅനാ അറാ ഫീഹാ ഹബീബി, എന്റെ ഹബീബിനെ കാണാത്ത രാത്രിയിലെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സുമ്മ യബ്കി, ഇത് പറഞ്ഞിട്ട് കരയും. ഹബീബിന്റെ കൂട്ടുകാരനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു രാത്രിയെങ്കിലും കാണുമോ? അതാ നമ്മുടെ കൊതി. അല്ലാഹു നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. ഒരു രാത്രി, എല്ലാ രാത്രിയിലും നബിയെ കാണുമായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മഹാനായ സാബിത്ത് ബുനാനി റളിയല്ലാഹു അൻഹു. ഈ അനസ് തങ്ങളുടെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ടവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കും. സ്വന്തം ഗുരുനാഥനാണ്, ഉസ്താദാണ്. അനസ് എന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് ചുംബിക്കുന്നിട്ട് പറയും, നബിയുടെ കൈ തൊട്ട കൈയല്ലയോ ഈ കൈയ്യ്? ഹബീബിന്റെ കൈ തൊട്ട കൈയല്ലേ ഇത്? ഖദംതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 വർഷം ഹബീബായ നബി തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ സ്വഹാബിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ കൈ തൊടാൻ ഭാഗ്യമുണ്ടായ കൈയല്ലേ ഇത്? എന്റെ ഗുരുനാഥേ, എന്റെ ശൈഖേ, അങ്ങയുടെ കൈ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു മഹാനായ സാബിത്ത് ബുനാനി എന്ന താബിഈ. മഹാനായ സ്വഹാബിയുടെ കൈയെടുത്ത് ഇങ്ങനെ മുത്തുനബി നബിയിലെ ഇതിന്റെ കൈ തൊട്ട കൈയല്ലയോ എന്ന്. അൻസുതങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുമായിരുന്നു, رأيت بهما رسول الله حتى أقبلهما. മുത്തനബിയെ കണ്ണ് നിറയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ അനസന്നവരെ നിങ്ങളുടെ കണ്ണ്? ആ കണ്ണുകളൊന്ന് തരുമോ? അങ്ങയുടെ നെറ്റി ഞാനൊന്ന് ചുംബിക്കട്ടെ. ആ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഹബീബിനെ കണ്ടിട്ടുണ്ടല്ലോ. നബിയെ കാണുന്നവരെ സ്നേഹം, ഹബീബിനെ തൊട്ടവരോട് സ്നേഹം, ഹബീബിന്റെ മദീനയിലേക്ക് പോയവരോട് സ്നേഹം, ഇതൊക്കെ ഹുബ്ബാണ്, സ്നേഹമാണ്. ആ ഒരു ഹുബ്ബാണ് ഇതിനെ ഇഷ്ടപ്പെട്ടത്. അതാണ് മുഅ്മിനീങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്. إذا صح منك الود فالكل حي وكل الذي فوق التراب تراب. സ്നേഹം കൽബിൽ നിങ്ങളുടെ ശരിയായിട്ട് വന്നാൽ അതിന്റെ സാധ്യമാണത്രേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഹബീബിനോടുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ അല്ലാഹു എമ്പാടും തരട്ടെ, അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിക്കാം, ഒന്ന് റാഹത്തായിട്ട്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.